ഹലോ കൂട്ടുകാരെ, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായി, ഏകദേശം 2 ആഴ്ചയ്ക്ക് മേളിലായി. ഗബ്രൂട്ടിന് വയ്യായികയും ഡോറയുടെ വയ്യായികയും അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ ജിമ്മിലൊന്നും പോകാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ജിമ്മിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് എന്താണെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ഹെവി ആയിട്ടായിരുന്നു ഇന്ന് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് അതായിരുന്നു. അതിനുശേഷം ഇതൊരു സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. എൻ്റെ ദൈവമേ, ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു 4 സ്റ്റെപ്പായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. 4 തവണയായിട്ട് ഇത് ചെയ്യണം. 15 15 15 15 അങ്ങനെ ഏകദേശം ഒരു 60 എണ്ണം നമ്മളിത് ചെയ്യണമായിരുന്നു. അങ്ങനെ ഈ ഒരു സൂപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നാസിയുടെയൊക്കെ ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കിടത്തില്ല. അമ്മാതിരി കുഴഞ്ഞ് നാശക്കഞ്ഞ്, പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത അവസ്ഥയായിപ്പോയി. വെയിറ്റൊന്നും അധികമില്ല, പക്ഷേ ഈ സാധനം നമ്മൾ ഈ 60 എണ്ണം ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മുടെ ഷോൾഡർ, നമ്മുടെ കൈയുടെ കുഴയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാവും. നമ്മളും അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാവും. അത് ഒരു 60 എണ്ണം ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ആ സമയത്ത് മനസ്സിലാവുകയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് കേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും അത്യാവശ്യം വെയിറ്റ് ഇട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ഒന്നും തന്നെ വെയിറ്റ് ഇട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആദ്യത്തെ ആ 3 എണ്ണം തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഇട്ട് ചെയ്തതുകൊണ്ട് പിന്നീട് ഇത് നമ്മൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ തിരിഞ്ഞിരുന്ന് നമ്മൾ ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഈ സാധനമൊന്നും പിന്നെ എന്നെ കൂടി ചെയ്യാൻ പറ്റില്ല. നാസി അത്യാവശ്യം നല്ല വെയിറ്റ് ഇട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കിതൊന്നും പിന്നെ പൊക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. കണ്ടു നിന്നവരും കൂടി നിന്നവരും ചെയ്യിക്കാൻ നിന്നവരെല്ലാം പിന്നെ ചിരിയോട് ചിരിയായിരുന്നു. കാരണം വെയിറ്റ് പൊങ്ങുന്നില്ല, ഒട്ടും തന്നെ പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മാതിരിയായിരുന്നു ആദ്യത്തെ 3 എണ്ണം എന്നെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മെല്ലെ ആദ്യമേ 15, പിന്നെ 20, പിന്നെ 25, പിന്നെ 30 അങ്ങനെ 4 സ്റ്റെപ്പ് വെച്ചിട്ട് ഞാൻ പിന്നെ ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം അല്ലാതെ എന്നെക്കൊണ്ട് വെയിറ്റ്, അവർ പറയുന്ന വെയിറ്റിൽ എന്നെക്കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ഞാൻ ടയേർഡായി പോയായിരുന്നു. അമ്മാതിരി എന്നെ നാശക്കഞ്ഞിയാക്കി, എന്താ പറയുക, ജിമ്മിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചെന്ന് പറയാം, ആ രീതിയിലാക്കി തന്നിരുന്നു അവസാനം.